السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണെന്ന് ഓർമ്മപ്പെടുത്താൻ. സൂറത്ത് ത്വാഹയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. 121 ആയത്തുകളാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ഭക്ഷണം ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ثم اجتباه ربه فتاب عليه وهدى. ثم اجتباه ربه فتاب عليه وهدى. قال اهبطا منها جميعا بعضكم لبعض عدو. قال اهبطا منها جميعا بعضكم لبعض عدو. فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. ومن أعرض عن ذكري فإن له معيشة ضنكا. ومن أعرض عن ذكري فإن له معيشة ضنكا. فإن له معيشة ضنكا ونحشره يوم القيامة أعمى. അതോതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ثم اجتباه. ثم ഹുറൂഫുൽ ഖൽഖലിൽപ്പെട്ടതാണ് ജീം. അതുകൊണ്ട് തന്നെ ثم اجتباه ജീം സുക്കൂന് വെളിവാക്കി. ثم اجتباه ربه എന്നുള്ളത് കുറച്ച് നിട്ടണം. فتاب عليه وهدى അവിടെ കസ്രിയായ മധ്യേ ഉള്ളൂ, 2 അക്ഷരം മാത്രമേ നീട്ടാൻ പാടുള്ളൂ. فتاب عليه وهدى. പിന്നെ قال اهبطا അവിടെ എഹ്ബിത്ത എന്നുള്ള ഹംസത്തുൽ വസ്ലാണ്. ഹബത്ത എന്നുള്ളതിൻ്റെ അമ്രായതുകൊണ്ട് എഹ്ബിത്ത. അപ്പോൾ അതുകൊണ്ട് കാല എഹ്ബിത്ത എന്ന് ഓതാൻ പാടില്ല. കാല എഹ്ബിത്ത ആണ്. കാല എഹ്ബിത്ത മിൻഹാ ജമീഅ. പിന്നെ ബഅ്ദുകും ലിബഅ്ദിൻ അദു. ബഅ്ദുകും ലിബഅ്ദിൻ. ബഅ്ദിൻ എന്ന തൻവീൻ ഉച്ചരിക്കണം. കാരണം അതിന് ശേഷം എന്താണ്? അഹ്റൂഫുൽ ഇസ്തിഅല അഥവാ പിന്നെ ഇൽഹാറിൻ്റെ അക്ഷരമായ ഐനാണ് വന്നിട്ടുള്ളത്.
ബഅ്ദുകും ലിബഅ്ദിൻ അദു. ബഅ്ദുകും ലിബഅ്ദിൻ നൂൻ അവിടെ വെളിവായി വരണം. ബഅ്ദി അദു എന്ന് ഓതാൻ പാടില്ല. അതേപോലെ തന്നെ ഫഇമ്മ അവിടെ മീം മണിച്ചിട്ടാണ് ഓതേണ്ടത്. ഫഇമ്മ യഅതിയന്നകും അവിടെ നൂന് മണിക്കണം. പിന്നെ യഅതിയന്നകും മിന്നി രണ്ട് മീം ഒരുമിച്ച് വന്നാണ്. ആ ഒരു മീമിനെ മറ്റേ മീം ഇദ്ഗാം ചെയ്ത് ശബ്ദുച്ചരിക്കണം. മിം ഫഇമ്മ യഅതിയന്നകും മിന്നി മീമും നൂനും അവിടെ മണിക്കണം. മീമിനെ കട്ടികൂട്ടി നൂനെ കട്ടികൂട്ടി മിം ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദ. പിന്നെ ഹുദ നിർത്തുകയാണെങ്കിൽ ഹുദ, ഇനി നിർത്തുകയാണെങ്കിൽ ഹുദ ഫമനിത്തബഅ ഫമനിത്തബഅ ഫമനിത്തബിത്ത എന്ന് പറഞ്ഞ പോലെ തന്നെ ഫമൻ ഇത്തബഅ എന്ന് ഓതാൻ പാടില്ല. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ വമൻ അഅറദ വമൻ അഅറദ എന്നല്ല വമൻ അഅറദ അൻ ദിക്രി അൻ ദിക്രി അൻ ദിക്രി എന്ന് ഓതാൻ പാടില്ല. നൂൻ അവിടെ ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, മണിക്കണം. അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക ലൻക എന്ന് ഓതരുത്. ലൻക ഇനി കൂട്ടി ഓതാൻ വനഹ്ശുറുഹു വനഹ്ശുറുഹു എന്നാണ് അവിടെ ഓതേണ്ടത്. അതുപോലെ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ അഅമ അഅറദ അൻ ദിക്രി അവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയും ഹവ്വാ ബീവിയും പഴം ഭക്ഷിച്ചു. പക്ഷേ പിന്നീട് അല്ലാഹു പറഞ്ഞത് വഅസാ ആദമു റബ്ബഹു ഫഗവ, ആദം തൻ്റെ റബ്ബിനെ ധിക്കരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേരും ധിക്കരിച്ചിട്ടുണ്ട്, ആദം നബിയും ഹവ്വാബിയും ധിക്കരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കുറ്റം ചുമത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് മേലാണ്. കാരണം ആദം നബിയാണ് നേതാവ്, ഒരു കുടുംബത്തിൻ്റെ നേതാവും. അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപക്ഷെ അത് ഭക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഹവ്വാബിയും ഭക്ഷിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടക്കക്കാരനും കാരണക്കാരനുമായിരിക്കും എന്ത്. ഇപ്പം നമ്മൾ സുഹൃത്തു പിന്നെ ത്വാഹത്തിന് പറഞ്ഞല്ലോ ഫഅദല്ല ഖൗമുഹു മാ ഹദ, ഫിർഔനെ പറ്റി പറഞ്ഞപ്പോൾ ഫഅദല്ല ഖൗമുഹു ഹദ, ഫിർഔൻ തൻ്റെ ഖൗമിനെ ദലാലത്തിലാക്കി. ഫിർഔൻ ആ നാട്ടിൽ മുഴുവൻ ആളുകൾ ദലാലത്തിലാക്കിയിട്ടില്ലല്ലോ, അവനാരും നാട്ടിൽ മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ആ നാട്ടുകാർ മുഴുവൻ ദലാലത്തിലാക്കിയതിൻ്റെ ചാർജ് ആർക്ക് അല്ലാഹു കൊടുക്കണത്? ഫിർഔനാണ്. കാരണം ഫിർഔൻ അവിടുത്തെ ഭരണാധികാരിയാണ്, അവിടുത്തെ നേതൃസ്ഥാനത്തുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നേതൃത്വത്തിലുള്ള തൻ്റെ അനുയായികൾക്ക് പിഴവ് സംഭവിക്കുന്നതിൽ ആർക്കുകൂടി ഉത്തരവാദിത്തമുണ്ട്? അവിടുത്തെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബനാഥനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഫഅസാ ആദമു റബ്ബഹു ഫഗവ എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാതിരുന്ന കാര്യങ്ങൾ ചെയ്തു പോയി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു സുമ്മ ഇജ്തബാഹു. ഇജ്തബ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നർത്ഥം. മുജ്തബ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ട് ചെയ്യപ്പെട്ടെന്ന്. ഇജ്തബ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യപ്പെട്ടെന്നർത്ഥം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്തഫ അൽ മുജ്തബ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയലുണ്ട്. മുജ്തബ സെലക്ട് ചെയ്യപ്പെട്ട. അപ്പോൾ സുമ്മ ഇജ്തബാഹു, പിന്നീട് അള്ളാഹു സുമ്മ ഇജ്തബാഹു റബ്ബുഹു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്ത് ഫതാബ അലൈഹി, അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മാപ്പ് കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അമ്പിയാക്കന്മാർക്ക് ഇസ്മത്ത് ഉണ്ടെന്ന്. അമ്പിയാക്കന്മാർ മാസൂമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ചെറിയ അബദ്ധം വരില്ല എന്നില്ല, വന്നാൽ ഉടനടി എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് പുറത്തു കൊടുക്കും. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിന്നാൻ പാടില്ലത്ത് തിന്നല്ലോ, തിന്നാൻ പാടില്ലത്ത് എന്ത് ചെയ്തു? തിന്നു കഴിഞ്ഞു. പക്ഷെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ കുറ്റം അല്ലെങ്കിൽ ആ തെറ്റ് കാലാകാലം ഉണ്ടാവില്ല, അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും? അള്ളാഹു എന്ത് ചെയ്യും? മായ്ച്ചു കളയും. അതാണ് ഇസ്മത്ത് എന്ന് പറഞ്ഞത്. അതായത് പേടിക്കാണ്, എന്നാലും പേടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഭയം. ഇപ്പോൾ പിന്നെ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. മലക്കുകൾ അള്ളാഹിനെ പേടിക്കുന്നുണ്ട്. മലക്കുകൾ തെറ്റ് ചെയ്യുന്നുണ്ടോ? മലക്കുകൾ തെറ്റ് ചെയ്യില്ല. നോക്കണ്ട.
ആരാണ് നബി? അതാ ഞാൻ ചോദിച്ചത്. മൻ ഹുവൻ നബി? ആരാണ് നബി പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് നബി ആയത്? അതായത് വഹയുള്ള പുരുഷന്മാർക്ക് പറയുന്നതാണ് പേരാണെന്ത്? നബി. വഹയുള്ള പുരുഷന്മാർക്ക് പറയുന്ന പേരാണ് നബി. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുമ്പ് വഹി കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? സ്വർഗത്ത് കടന്നോ, പഴം ഭക്ഷിക്കണ്ട, അതൊക്കെ എന്താ ആര് പറഞ്ഞു കൊടുത്താ? വഹിയല്ലേ? പൊട്ടത്തരം പറയണല്ല. അതായത് അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത് എന്താന്ന് തെറ്റിദ്ധരിച്ചതാണ്. അമ്പിയാക്കന്മാരിൽ മാനസികമായ ചില അബദ്ധങ്ങൾ വരാം. പക്ഷേ അതാ ഞാൻ പറഞ്ഞു, അബസവത്തവല്ല, ഖുറാനിലുള്ളതല്ലേ. അത് നബിയായ ശേഷം സംശയമുണ്ടോ? ഖുറാനിലുള്ളതല്ലേ. മാത്രമല്ല, പിന്നെ ആദമ റബ്ബഹു ഫഗ. ഇന്നിപ്പോ ഇത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം, ഞാൻ പറഞ്ഞു, ബദറിന്റെ വിഷയം പറഞ്ഞു. ബദറിന്റെ ബന്ദികളെ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പം വാങ്ങി വിട്ടല്ലോ. പക്ഷെ അള്ളതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറക്കി, അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. മാക്കാലി നബി യക്കൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർളി. ഭൂമിയിൽ ഒരു 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 പിന്നെ സ്റ്റാൻഡ് ഉണ്ടാകുന്നത് വരെ യുദ്ധത്തടവുകാരുണ്ടാകാൻ പാടില്ല, കൊല്ലണമെന്നാ റമദാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ അബൂബക്കറിന്റെ തീരുമാനം നബി എടുത്തത്. കാരണം കുടുംബക്കാരും കൂടി നബി നോക്കി. പക്ഷെ നബി റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ആയിഷ റളിയല്ലാഹു ഹഫ്സ റളിയല്ലാഹു തേന് കുടിച്ച സംഭവം. എന്തിനാണ് നിങ്ങളെ പെണ്ണുങ്ങളെ തൃത്തിട്ടാൻ വേണ്ടി കണ്ട അള്ളാഹ് നിങ്ങൾക്ക് ഹലാലാക്കിയത് നിങ്ങളെ ഹറാമാക്കണം? അപ്പൊ ശരിയായിട്ടപ്പ് ശരിയാണ്. പിന്നെ ആശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടല്ലേ. യാ അയ്യുഹൻ നബി ലിമ തുഹരിമ മാ ഹല്ലല്ലാഹു ലക എന്നുള്ള ഓതി നമുക്ക് കൂലിട്ടിരുന്ന. ഇത് ഓതി നമുക്ക് എന്തുണ്ട്? കൂലിണ്ട്. അബസവാത്തവല്ല ഓതിയ കൂലിണ്ട്. പക്ഷെ അതിലെന്താണുള്ള ആശയം? നബി മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോൾ അത് നബി ആയതിനു ശേഷമല്ലേ. അപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നബിയല്ല, പിന്നെ എന്നാ നബി ആയത്? പിന്നെ നബിയാണ് ഡേറ്റ് ഉണ്ടാവുമല്ലോ. അതൊക്കെ വെറുതെ പറയാം. ആദം നബി അലൈഹി സ്വലാം, അതാണ് പറഞ്ഞത്. ആരാണ് നബി? നബി എന്ന് പറഞ്ഞാൽ വഹയുള്ള പുരുഷൻ. പെണ്ണുങ്ങളും നബി ആവില്ല. നമ്മൾ പറഞ്ഞല്ലോ, മറിയം ബീവിയും അതുപോലെ തന്നെ മൂസാ നബിൻ്റെ ഉമ്മൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിൻ്റെ ഉമ്മക്ക് വഹയുണ്ട്, പെട്ടിയിലാക്കാനും പുഴയിൽ വയ്ക്കാനൊക്കെ അള്ളാഹ് വഹി കൊടുത്താണ്. പക്ഷെ മൂസാ നബിൻ്റെ ഉമ്മാരല്ല, നബിയല്ല. മറിയം ബീവിൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുരുഷരൂപത്തിൽ നേരിട്ട് ഇരുന്നിട്ടുണ്ട്, വഹി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നബിയല്ല. വഹയുള്ള പുരുഷന്മാരാണ് നബി. റസൂലുകൾ എന്ന് പറഞ്ഞാൽ ദഅവത്തിന് വേണ്ടി കൽപ്പന ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നബി ആയത് ഇഖ്റയിലൂടെയാണ്. ഇഖ്റ ബിസ്മി ഇറക്കപ്പെട്ടതോടുകൂടി നബി എന്തായി? നബിയായി, പ്രവാചകനായി. എന്നാൽ റസൂൽ ആയതപ്പോഴാണ്? രണ്ടാമത് ഫത്രത്തുൽ വഹി, പിന്നെ വഹി നിന്നല്ലോ. ആദ്യം ജിബ്രീലിനെ കണ്ട് റസൂൽ പേടിച്ചോടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ജിബ്രീലിനെ കണ്ടാൽ മതിയെ അവിടെ പോയി പോയിരിക്കും. പക്ഷെ വരില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ബത്ഹായിൽ വെച്ചിട്ടാണ് ശബ്ദം കേട്ടു, ജിബ്രീലിനെ കണ്ടു, വീണ്ടും പേടിച്ചോടി. അപ്പോഴാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അവിടുന്നാണ് റസൂലായത്. അതാണ് ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന് പിന്നെ ഉസൂൽ സലാസയിൽ പറയുന്നുണ്ട്, നുബ്ബിഅ ബി ഇഖ്റ പിന്നെ ഉർസില ബി പിന്നെ മുദ്ദസ്സിർ. മുദ്ദസ്സിറോടുകൂടി നബി. നമുക്കറിയാം ആദ്യത്തെ നബി ആദം നബിയാണ്. പക്ഷെ ആദ്യത്തെ റസൂലാര? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്താ വ്യത്യാസം? അപ്പം അന്ന് ആദം നബി അല്ല എന്നുള്ളതിനാണ് തെളിവുണ്ട്. ഖുറാൻ്റെ തെളിവ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതൊക്കെ അള്ളാഹ് വഹി കൊടുത്തിട്ടുണ്ട്. വെറുതെ പറയാം. ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഖദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പോയതിനെ പറ്റി അങ്ങനെ പറയാം. അന്ന് മൂസാ നബി മൂസല്ലാം മറ്റേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം എഴുതിച്ചിട്ടുണ്ട്. അന്ന് മൂസ വെറും മൂസയായിരുന്നു, മൂസാ നബി ആയിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം നബി ആയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ വഹി കിട്ടിയത്? ഇവിടുത്തെ പിന്നെ പോകണമെന്ന് അന്ന് നബി ആയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ എന്താ പറയുക? ഖിദർ നബി മജ്മു അൽ ബഹ്റൈനിൽ ഒരാളുണ്ടാവും, അവിടേക്ക് പോകണമെന്ന് ആരാ വഹി കൊടുത്ത്? പിന്നെ മൂസാ നബിക്കാണ് തോന്നിപ്പോയതാ? അല്ലല്ലോ. എന്താ വെച്ചാൽ ഒരു പിഴച്ചവാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം. അപ്പോൾ പ്രവാചകന്മാരുടെ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ അവരിൽ ചെറിയ വിഷയങ്ങൾ വരാം.
അപ്പോൾ തന്നെ അതാണ് ഫതാബ അലൈഹി, അതാണ് ഇസ്മത്തർ. ആ പാപത്തിൽ നിന്ന് അവർ എന്തായിരിക്കും? സുരക്ഷിതരായിരിക്കും. അബദ്ധം സംഭവിക്കൂല, സംഭവിച്ചാൽ പോലും ആ പാപം ചെയ്യൂല, നിലനിൽക്കൂല. അതിൽ നിന്ന് അവർ സുരക്ഷിതത്വം വേഗം ഉണ്ടാവും. അതാണ് യൂനുസ് നബിൻ്റെ സംഭവം പറഞ്ഞു. യൂനുസ് നബി അലൈഹി സ്വലാം എല്ലാം വിട്ടേച്ചു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ച് വീട് തിരിച്ചു വന്നു. അപ്പം അതാണ് സുമ്മ ഇജ്തബാഹു റബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഫതാബ അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന് തൗബ കൊടുത്തു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗബ കൊടുത്തത് എങ്ങനെ വെച്ചാൽ, തൗബ ചെയ്യാൻ ആവശ്യമായ കെലിമത്തുകൾ അള്ളാഹ് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്താണ്. നമ്മളെ ചില ആളുകൾ വിശ്വാസം എന്താ വെച്ചാൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പഴം തിന്ന് അപ്പോൾ നഗ്നതൊക്കെ വെളിപ്പെട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഇങ്ങനെ നിന്ന് മേപ്പെട്ട് നോക്കിയപ്പോഴാണ് അള്ളാഹിൻ്റെ അർശിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആദം നബി പഴമൊക്കെ തിന്നിങ്ങനെ മേപ്പെട്ട് നോക്കിയപ്പോഴാണ് സ്വർഗത്തിൻ്റെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതി. അപ്പോൾ ആദം നബി ചിന്തിച്ചു എന്നാ. എന്താ ചിന്തിച്ച്? അള്ളാഹിൻ്റെ കൂടെ പേര് എഴുതപ്പെട്ട വ്യക്തി ഏതായാലും എന്താവും? വലിയ ആളാവും. അതുകൊണ്ട് ഫതവസ്സല ആദം ബിൻ നബി, ഈ നബിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ ആദം നബി എന്താക്കി? തവസ്സുലാക്കി. അങ്ങനെയാണ് അള്ളാഹുവിന് ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പുറത്തു കൊടുത്തത് എന്നൊരു കള്ള കഥ ഉണ്ട്. ഇപ്പം നമ്മുടെ തവസ്സുലിൻ്റെ വിഷയത്തിൽ പോയി വിവാദം നടക്കണം. ഇടയാളൻ്റെ വിഷയമോ വലിയ വിവാദമാണല്ലോ. അതിലിപ്പോൾ വലിയ തെളിവെന്താ? ആദം നബി റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് അള്ളാഹ് പുറത്തു കൊടുത്തത്. ഖുർആൻ പറഞ്ഞാൽ അങ്ങനെയല്ല. ഫതലഖ ആദം മിർ റബ്ബിഹി കലിമാത്തിൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിൽ നിന്ന് കലിമാത്തുകൾ സ്വീകരിച്ചു എന്നാ. ഏതാണ് കലിമത്ത്? റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ കാണിക്കുന്ന ഒരു കാരുണ്യം എത്രയുണ്ട്, അള്ളാഹുവിൻ്റെ അടിമകളോട് അവൻ്റെ കാരുണ്യം എത്രയുണ്ട് എന്നുള്ളത്. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അബദ്ധം സംഭവിച്ചു. പക്ഷേ ഇനി ആദം നബി തൗബ ചെയ്യണം. ആ തൗബ ചെയ്യേണ്ടത് എങ്ങനെയെന്നും ആരാ പഠിപ്പിച്ചു കൊടുക്കണത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. തൗബ സ്വീകരിക്കേണ്ടത് പടച്ചവനാണ്. ആ പടച്ചവൻ തന്നെയാണ് എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് തൗബ ചെയ്യുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചത്. എങ്ങനെയാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചോദിക്കേണ്ടത് എന്ന് അള്ളാഹു തന്നെ നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അള്ളാഹു തൻ്റെ അടിമകളോട് കാണിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഒരു തെറ്റിൽ നിന്ന് എങ്ങനെ മുക്തമാകണമെന്ന് കൂടി അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഫതാബ അലൈഹി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗബ കൊടുത്തു. വഹദ, അദ്ദേഹത്തിന് നേർമാർഗം കാണിച്ചു. ഫഗവ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം വഴിതെറ്റി എന്ന് പറഞ്ഞില്ലേ. വഅസ ആദമു റബ്ബഹു ഫഗവ എന്ന് പറഞ്ഞില്ലേ. അതിന് നേരെ മറുപടിയാണ് ഈ ആയത്ത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുസരണക്കേട് കാണിച്ചു, അതാണ് ഫതാബ അലൈഹി. ഇപ്പം എന്ത് ചെയ്തു? അള്ളാഹ് പുറത്തു കൊടുത്തു. ഫഗവ എന്ന് പറഞ്ഞല്ലോ, ഗവ എന്ന് പറഞ്ഞാൽ വഴി തെറ്റിന്നാണ്. ആ വഴി തെറ്റി എന്നുള്ളതിനാണ് വഹദ. നാം എന്ത് ചെയ്തു? വഴി കാണിച്ചു കൊടുത്തു. മനസ്സിലല്ലേ? അപ്പം ആ തൊട്ടു മുമ്പുള്ള ആയത്തിൻ്റെ ഒരു വിശദീകരണം കൂടിയാണത്. അപ്പോൾ നമ്മളിവിടെ വഴിതെറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വഴിതെറ്റിലല്ല അവിടെ ഉദ്ദേശം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിര് ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാലും അവൻ തന്നെയാണ് ശരിക്ക് ട്രാക്ക് തെറ്റിയല്ലോ അല്ലേ. അതാണ് ഗവ എന്നുള്ള അവിടെ പ്രയോഗിച്ച്. ഒരു പ്രവാചകനെ കുറിച്ചാണ് അത് പ്രയോഗിച്ച് നമ്മൾ നോക്കണം. ഇത് മനുഷ്യന്മാർ ഇതുണ്ടാക്കിയില്ലല്ലോ. വഅസ ആദമു റബ്ബഹു ഫഗവ എന്ന് പറഞ്ഞാൽ ആദം തൻ്റെ റബ്ബിനെ ധിക്കരിച്ചു, വഴിതെറ്റിന അള്ളാഹ് പറയാണ്. അപ്പം തന്നെ അള്ളാഹ് പറഞ്ഞത് അതാണ് ഇസ്മത്തർ. ഫതാബ അലൈഹി വഹദ. അള്ളാഹ് തൗബ കൊടുത്തു, അദ്ദേഹത്തിന് നിർമാർഗം കാണിച്ചു കൊടുത്തു. അപ്പം ഇതിൽ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഓർമ്മിക്കുക. മനുഷ്യ ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകൾക്ക്, അബദ്ധങ്ങൾക്ക് വലിയ സ്വാധീനം നമ്മുടെ ഭാവി ജീവിതത്തിലുണ്ടാവും. നമുക്കറിയില്ല, ആദം നബി അലൈഹി സ്വലാം ഒരു അബദ്ധമാണ് സംഭവിച്ചത്. ഇബ്ലീസ് ഒറ്റ അള്ളാഹിനെ ധിക്കരിച്ചിട്ടുള്ളൂ. കുറേ ധിക്കരിച്ചണോ? ഒറ്റ ധിക്കരിച്ചിട്ടുള്ളൂ. എന്താണ് ആ ഒരു മഅസിയത്തിൻ്റെ പരിണിത ഫലം എന്താ ഉണ്ടായത്? അതാണ് അടുത്തത്. ഔട്ട്. തൗബക്കൾ സ്വീകരിച്ച് ആദം നബിയുടെ തൗബ എന്ത് ചെയ്തു?
സ്വീകരിച്ചു, അവിടെ നിൽക്കാൻ പറഞ്ഞു, പുറത്തു വന്നു. ഇപ്പം ഇത് നമുക്ക് വലിയൊരു പാഠം. എന്താ പാഠം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾ അബദ്ധം ചെയ്തിട്ടുണ്ടാവും, ചെയ്ത അബദ്ധത്തിന് വന്നിട്ടുണ്ടായിട്ടുണ്ടാവും, തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ആ മഅസിയത്തിൻ്റെ ആഖിബത്ത് ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. ആ മഅസിയത്ത് കൊണ്ടുണ്ടാകുന്ന, തിന്മ കൊണ്ടുണ്ടാകുന്ന അസറുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ. അതുകൊണ്ട് അള്ളാഹ് തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാ പിന്നെ അള്ളാഹ് പറഞ്ഞു ഖാല ഹബിത്താ, രണ്ടാൾ ഇറങ്ങിക്കോളി. ഹബത്ത എഹബിത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് താഴേക്കിറങ്ങണേ പറയാം. ഹബത്ത എഹബിത്ത് എന്ന് പറഞ്ഞാൽ എഹബിത്താ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മിൻഹ, ഇതിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്. ഇവിടെ ഈ മിൻഹ എഹ്ബിത്ത എന്ന് പറഞ്ഞത് ആരോടാണ് എന്ന് മുഫസ്സിരിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. രണ്ട് ഖൗലാണുള്ളത്. ഒന്ന്, ഈ എഹ്ബിത്ത കൊണ്ട് ഉദ്ദേശം ആദമും പെട്ടു, അതുപോലെ തന്നെ ഇബിലീസും പെട്ടു എന്നാണ്. ആദമും പെട്ടു, ഇബിലീസും പെട്ടു. ആദമിനോടും പറഞ്ഞു പുറത്തു പോകാൻ, ഇബിലീസിനോടും പുറത്തു പോകാൻ പറഞ്ഞു. രണ്ടാമത്തെ വ്യാഖ്യാനം വെച്ചാൽ ആ ഇബിലീസ് അതിൽ പെടില്ല, എഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയാണ് പെട്ടത്. രണ്ട് വ്യാഖ്യാനം മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി റാജിഹായി തോന്നുന്ന അഭിപ്രായം ഇബിലീസിനോടും കൂടിയാണ് അത് പറഞ്ഞത് എന്നുള്ള. ആദമിനോടും അതുപോലെ തന്നെ ഇബിലീസിനോടും കൂടി പറഞ്ഞു. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞാൽ തന്നെ ആർക്കും കൂടി ബാധകമായി? ഹവ്വയ്ക്ക് ബാധകമായല്ലോ. ആദം നബിക്ക് പറഞ്ഞാൽ തന്നെ ഹവ്വയ്ക്ക് ബാധകമായി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വർഗീയവാസത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരൊറ്റ വിഷയം വന്നിട്ടുള്ളൂ അവിടെ, ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളൂ. പക്ഷെ ആ പ്രശ്നം കൊണ്ട് ആദം നബിക്ക് നഷ്ടമായത് എന്താണ്? സ്വർഗമാണ്. ആലോചിച്ച് നോക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മുടെയൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാരുടെ ചെറിയ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ നിർണായകമായ ടേണിംഗ് പോയിന്റ് ആയിക്കാറ്. ചെറിയ അബദ്ധമായിരിക്കാം, പക്ഷെ ആ അബദ്ധം മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ചിലപ്പോൾ എന്താവും? ഭയങ്കരമായി, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തായിരിക്കും. അതിൻ്റെ ഒരിക്കലും ചിന്തിക്കണ്ടോ ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താവുന്നു? ഇല്ലല്ലോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ചിന്തിക്കണില്ലല്ലോ. പക്ഷെ ആ ഒരു ചെറിയ വിഷയത്തിന് പേര് എന്തായി? പുറത്താക്കപ്പെട്ടു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചില തിന്മകൾ ഉണ്ടായാൽ ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ചെറിയ തിന്മകളാണെങ്കിലും അതിനെ സൂക്ഷിക്കണം, അത് നിസ്സാരമാക്കാൻ പാടില്ല. പ്രത്യേകിച്ചും വലിയ തിന്മകളാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു അബദ്ധം, പണ്ഡിതന്മാർ സാധാരണ പറയലുണ്ട്, പിന്നെ ഒരു അബദ്ധം തന്നെ ചിലപ്പോൾ എന്താവും? നമ്മുടെ ജീവിതം ചെയ്യും. അതുകൊണ്ട് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മിസ്ഖാല ദർറ ചെറിയ പൊടിയാണ്. അപ്പം അതിനനുസരിച്ച് നന്മ ഉണ്ടെങ്കിൽ അതും കാണും, തിന്മ ഉണ്ടെങ്കിൽ അതും കാണും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഇഹ്ബിതാ മിൻഹാ ജമീഅൻ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? ഇബ്ലീസിനോടും പറഞ്ഞു പുറത്തു പോകാൻ, ആദം നബിയോടും പുറത്തു പോകാൻ പറഞ്ഞു. ആദം നബിക്ക് അള്ളാഹ് തൗബ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ നിൽക്കാൻ പാടില്ല, എന്നുള്ള അവകാശം കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ബഅദുകും ലിബഅദിൻ അദുവ്വ്, ബഅദുകും നിങ്ങളിൽ ചിലർ ചിലർക്ക് എന്താണ്? ശത്രുവാണ്. അഥവാ അന്ന് മുതൽ തുടങ്ങുകയാണെന്ത്? രണ്ടാളും പുറത്തായില്ലേ? ആദം നബി ഔട്ടായി, ഇബ്ലീസ് ഔട്ടായി. ഇനി അള്ളാഹ് പറയാണ് ബഅദുകും ലിബഅദിൻ അദുവ്വ്, നിങ്ങളിൽ ചിലർ ചിലർക്ക് ഇനി എന്താണ്? ശത്രു. അദുവ്വ് എന്ന് പറഞ്ഞാൽ ശത്രു, അദാവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുത എന്നർത്ഥം, അദുവ്വ്. അതുകൊണ്ടാണ് പിന്നെ ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ, ശൈത്താനാണ് നിങ്ങളുടെ ശത്രു, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ സ്വീകരിക്കണം. അപ്പോൾ ബഅദുകും ലിബഅദ്, അഥവാ മനുഷ്യരും പിശാചുക്കളും എന്താണ്? ശത്രുവാണ്. ആ ശത്രുതക്ക് അന്ത്യം ഇല്ല. ഉണ്ടോ? ഇല്ല. അത് അള്ളാഹ് രണ്ടാളെയും സ്വർഗത്തിൽ നിന്ന് പിരിച്ചിടുമ്പോൾ പറഞ്ഞതാണെന്ത്? ബഅദുകും ലിബഅദിൻ, നിങ്ങളിൽ ചിലർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇബ്ലീസിനും, ഇബ്ലീസ് മനുഷ്യന്മാർക്കും എന്താണ്? ശത്രുവാണ്. അപ്പോൾ ഈ ശത്രു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ എന്താണ്? ദുർബലനാണ്, ആണല്ലോ. അതേ സമയത്ത് ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ, ശൈത്താൻ്റെ കൈദ് തന്നെയാണ് ദഈഫ് തന്നെ. പക്ഷേ നമ്മുടെ ദോഫും ശൈത്താൻ്റെ ദോഫും വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? പലപ്പോഴും ശൈത്താൻ്റെ കുതന്ത്രങ്ങളെ തോൽപ്പിക്കാൻ നമ്മളെന്താവും?
ആദം നബിനെ വരെ പേപ്പിച്ചില്ലേ? നമ്മുടെ വാപ്പയായ ആദം നബിന് എന്ത് ചെയ്തു? സോപ്പിട്ട് കണ്ട് പറഞ്ഞു പറ്റിച്ചില്ലേ? അപ്പൊ ഇനി നമ്മളെ പറ്റിക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആദം നബിനെ ഈ ചങ്ങായി എന്തിട്ടുണ്ട്? അപ്പം അതുകൊണ്ട് തന്നെ ശത്രുത ഏത് കാലഘട്ടത്തിൽ അള്ളാഹ് പറയാൻ അത് അവസാനിക്കുന്ന കാലഘട്ടമല്ല. ഇനി ആ ശത്രുതയിൽ പെടാതിരിക്കാൻ അതും അള്ളാഹിൻ്റെ കാരണം. ഫഇമ്മായി യഅ്തിയന്നകും മിന്നീ ഹുദൻ. ഓൻ പല സംഗതിയും കാണിക്കും. അതിനൊന്നും പെടണ്ട. എൻ്റെ അടുക്കലിൽ നിന്ന് നിങ്ങൾക്കുള്ള ഹുദന്തിയും വരും. നിങ്ങൾ പേടിക്കണ്ട. ഓൻ കൺഫ്യൂഷൻ ഉണ്ടാക്കിയാലും അതൊക്കെ തീർക്കാനുള്ള ഹുദ എൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് വരും. അതാണ് ഫഇമ്മായി യഅ്തിയന്നകും മിന്നീ ഹുദ. ഇപ്പം ഈ ആയത്ത് വിശദീകരിക്കും പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിങ്കിൽ നിന്നാണ് ഹുദ കിട്ടുക. അപ്പൊ നമുക്കിനി സ്വർഗത്തിലേക്ക് തിരിച്ചു കിടക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള വഴി അള്ളാഹ് തന്നെ പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവില്ല. മിന്നീ ഹുദൻ, എന്നിൽ നിന്ന് ഇനി ഹുദന്തിയും വരും. എന്നിൽ നിന്ന് ഹുദ വരും എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? മനുഷ്യന്മാർക്ക് ഇനി ഹുദ അങ്ങനെ. അതുകൊണ്ടാണ് ആദ്യം നൂഹ് നബിനെ അയച്ച്, പിന്നെ ഒരുപാട് പ്രവാചകന്മാരെ അയച്ച് അവസാനം റസൂലുള്ളാഹിനെ അയച്ച്. ഇതൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള ഹുദയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഹുദ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നാൽ എന്താണ്? അതാ ഫഇമ്മായി യഅ്തിയന്നകും മിന്നീ ഹുദൻ, എന്നിൽ നിന്നാണ് നിങ്ങൾക്കിനി ഹുദ വരിക. യഅ്തിയന്നകും എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫഇമ്മായി യഅ്തിയന്നകും മിന്നീ ഹുദൻ, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഹുദ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വർഗത്തിലേക്കുള്ള തിരിച്ചുള്ള പ്രവേശനമാണ്. അതിനാണല്ലോ ഹുദ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, മണ്ണിലേക്കാണ് അവരുടെ മടക്കം. പക്ഷെ യഥാർത്ഥത്തിൽ സ്വർഗം ആർക്ക് വേണ്ടിയുള്ളതാണ്? വിശ്വാസികളായ ആളുകൾക്ക്. അപ്പോൾ നമുക്ക് മടങ്ങി ചെല്ലാൻ ആളോടൊക്കെ തന്നെയാണ്. പക്ഷേ ആ മടങ്ങി ചെല്ലാനുള്ള സ്ഥലത്തേക്ക് കയറാനുള്ള ഹുദ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തരിക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ വകയായി നമ്മുടെ ഗവേഷണ നിരീക്ഷണങ്ങളിലുണ്ടായ സംഗതികളൊന്നും എന്താവില്ല, ഹുദയാവില്ല. അപ്പം നമ്മളൊരു കാര്യം അതങ്ങനെ ഇക്കാരം അത് നല്ലതല്ലേ വിചാരിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് ബിദഅത്ത് തള്ളിക്കളയെന്ന് പറഞ്ഞത്. അപ്പോൾ ഹുദ എപ്പോഴേ ആകുള്ളൂ? മിന്നി, അള്ളാഹുങ്കൽ നിന്നുള്ളത് എന്താവുള്ളൂ? ഹുദയുള്ളൂ. മനുഷ്യന്മാരുണ്ടാക്കി എന്താവില്ല സ്വർഗത്തേക്ക്. അതാണ് പുതിയ പുതിയ സലാത്തും പുതിയ പുതിയ ദിക്റും പുതിയ പുതിയ കറാമത്തും അങ്ങനെ വരണ്ടില്ലേ? അതൊന്നും എന്താവില്ല, ഹുദയാവില്ല. അതൊക്കെ എവിടെ നിന്നുള്ളതാണ്? അത് മിന്ന, അത് നമ്മളെന്നുള്ള. അള്ളാഹ് പറഞ്ഞ മിന്നി ഹുദൻ, എന്നിൽ നിന്ന് ഹുദ വരണം. അപ്പൊ അള്ളാഹുങ്കിൽ നിന്ന് വന്ന ഹുദ വന്നു കഴിഞ്ഞാൽ ഫമൻ ഇത്തബഅ ഹുദായ, ആണ്ടോ അവിടെയും അള്ളാഹ് പറഞ്ഞു, എൻ്റെ ഹുദയെ ആരെങ്കിലും പിൻപറ്റിയാൽ തന്നെ സ്വർഗത്തേക്കുള്ള വഴി. എൻ്റെ ഹുദ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആന്റെ സുന്നത്തിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മദീനയിൽ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കേട്ട ഹദീസ് ഉണ്ടാവും. നബി ഒരു നേരെ വര വരച്ച്, എന്നിട്ട് എൻ്റെ അപ്പുറത്ത് കുറേ ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ വരച്ച് വളഞ്ഞു പോണ വരകളൊക്കെ വരച്ച്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയാണ്. എന്താ ഓതി? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. ഈ വരിയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുള്ളത് പറഞ്ഞാണ്? ഒന്ന് ഇതിനൊക്കെ വളവുണ്ട്. രണ്ടാമത്തെ അതിലേക്ക് വളഞ്ഞ വഴി പോയാലും നേർവഴിക്ക് എത്തൂല. ഓക്കെ, പിന്നെ കാണില്ലേ? ആ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞില്ല. അതെ, നോക്കിക്കോ, ഈ രേഖകളെല്ലാം എവിടേക്കാ തിരിഞ്ഞിക്കണത്? നേർവഴിക്ക്. ഇതൊക്കെ എവിടേക്കാണ് തിരിഞ്ഞിക്കണത്? ഇവിടെ റസൂൽ പറയും ഇവിടെ ഇതൊക്കെ ശൈത്താന്മാരാ, ഇതിലെല്ലാം ശൈത്താന്മാരുണ്ട്. ഇവിടൊക്കെ എന്തുണ്ട്? ശൈത്താന്മാരുണ്ട്. ഈ വഴി ഇവിടേക്കല്ല പോണ്, ഈ വഴി ഡയറക്റ്റ് ഇങ്ങോട്ടാ പോണ്. പക്ഷെ ഈ വഴികളൊക്കെ ഈ ഇതിമക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് ആളെ വലിക്കുക, ഇതിൽ കൂടെ ഇവിടുന്നാണ് എന്ത് ചെയ്യുക. അതുകൊണ്ടല്ല അഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. ഇബ്ലീസ് അവിടുന്ന് പറഞ്ഞില്ലേ, ഞാൻ എവിടെ ഉണ്ടാകുക? ഇവിടെ അല്ല,
ഇവിടെ ഈ സിറാത്ത് മുസ്തഖീമിലാണെന്നുണ്ടാകുക ഞാൻ ഉണ്ടാകുക. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വമിൻ അയ്മാനിഹിം വശമാഇലിഹിം എന്നറിയില്ലേ, വലത്തുകൂടി ഇടത്തുകൂടി മുന്നുകൂടി ബാക്ക് കൂടി ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ചെല്ലും. ഈ നോക്കിക്കോ, മറ്റൊരു പ്രത്യേകത, ഈ വര വലിപ്പം കൂടിയ വരെയാണ്. ഇതോ ഷോർട്ട്. എപ്പോഴും ബിദ്അത്തിന്റെ ആളുകൾ എപ്പോഴും ഷോർട്ട് കട്ട് എടുക്കുക. ഒരിക്കല് നേരെ വന്ന് അള്ളാഹിനോട് ഡയറക്റ്റ് പോലല്ലോ, എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഇടയാളം വെച്ച് വളഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒക്കെ എപ്പോഴും വളവുണ്ടാവും. സിറാത്ത് മുസ്തഖീം അല്ലാത്ത എല്ലാ മാർഗത്തിനും ഉണ്ടാവും ഒരു വളവുണ്ടാവും. കാരണം ഡയറക്റ്റ് പോല പടച്ചവനൊക്കെ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് എത്തൂല. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു, റസൂൽ വെറുതെ വരച്ചത്, ഇതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്ത് വരച്ചാണ്. ഈ വരകൾ ഇങ്ങനെ വളഞ്ഞ് 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 ഇത് നേരെയാണ് പ്രവാചകൻ വരച്ചത്. മാത്രവുമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ സിറാത്ത് മുസ്തഖീമിലൂടെ പോകുമ്പോൾ വെച്ച് കുറേ ദൂരം സഞ്ചരിക്കാനുള്ളതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതാകുമ്പോൾ എത്തും. ഇത് സിമ്പിളായി. കാരണം സിറാത്ത് മുസ്തഖീമിനാകുമ്പോഴോ കുറച്ച് പ്രയാസങ്ങൾ, കുറേ ഇവർക്ക് ഇത്ര പോകണ്ടാവുള്ളൂ, ഇവർക്കോ ഇത്ര പോകണ്ട എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാകും. എവിടെ? സിറാത്ത് മുസ്തഖീമിൽ. മറ്റൊരുത്തൊന്നും ഉണ്ടാവില്ല, ഷോർട്ട് കട്ടേക്കാരം, വളഞ്ഞു വയ്ക്കാനും ഷോർട്ട് കട്ടേക്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ അതാണ് ബഅദുക്കും ലിബഅദിൻ അദുവ്വൻ, നിങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ശത്രുക്കളാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് ഹുദ വന്നാൽ ഫമനിത്തബഅ ഹുദായ, അതാണ് ഈ ഹുദ, എൻ്റെ ഹുദയെ പിൻപറ്റണം. അപ്പോൾ നമ്മളെ വക ഹുദ ഉണ്ടാക്കി അത് പിൻപറ്റിയാൽ എന്തുണ്ടാവില്ല. അതുകൊണ്ടാണ് വലാ തത്തബിഉ സുബുൽ, ഈ ഇതിനെ പിൻപറ്റണം എന്നും അല്ലാഹ് പറഞ്ഞു. വലാ തത്തബിഉ സുബുൽ, ഈ സുബുലുകൾ എന്ത് ചെയ്യാൻ പാടില്ല, പിൻപറ്റരുതെന്നും പറഞ്ഞു. ഇത് പിൻപറ്റണം എന്നും പറഞ്ഞു, ഇതിന് പിൻപറ്റരുതെന്നും പറഞ്ഞു. ഇത് നിർബന്ധമായിട്ട് ഇത് പിൻപറ്റണം, ഇതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഫതഫറഖ ബികും അൻ സബീലി, ഈ വഴിയിൽ നിന്നുള്ള ഇതങ്ങനെ എന്ത് ചെയ്യും, നിങ്ങളെ തെറ്റിക്കുന്നു. റസൂൽ പറയും, ഇവിടെ എല്ലാ വഴിയിലും ശൈത്താന്മാരുണ്ട്. ഈ ശൈത്താന്മാർ ഇതിലൂടെ പോണ ആളുകൾ ഇവിടെ വരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ആദ്യത്തെ കക്ഷി ഉണ്ടായി. ലോകത്തെ ആദ്യത്തെ കക്ഷി ഏതാ ഉണ്ടായത്? ആദ്യത്തെ പിഴച്ച ഏതാ ഉണ്ടായത്? ആദ്യത്തെ പിഴച്ച കക്ഷി ഏതാ? ഖവാരിജ്. അപ്പൊ നോക്കിക്കോ, ഇതിപ്പോ ഇസ്ലാമിന്റെ ഒരു ഇതിപ്പോ ഇസ്ലാമ നോക്കിക്കോളൂ നിങ്ങൾ, ഇതിപ്പോ ഇസ്ലാമാണ്. ഇതിലിപ്പോ നബി സഹാബത്ത് എല്ലാം ഉള്ള ഇസ്ലാമാണത്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഇബിലീസ് വന്നിട്ട് ആദ്യം ഖവാരിജിങ്ങൾ ടീം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വരച്ച് ഇതിപ്പോൾ ഖവാരിജ്, അപ്പം ഇവരെന്താക്കി, ഇവർ പുറത്തായി. ഖവാരിജ് എന്ത് ചെയ്ത്, എന്നാ പുറത്തോണ് നോക്കണം, എന്നാ പുറത്തോണ്, ഈ സിറാത്ത് മുസ്തഖീം എന്നാണ് പുറത്തോണ്. ശൈത്താൻ ഇവിടെ പണിയെടുക്കുന്ന ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത് ഷിയാക്കൾ വന്നു, പിന്നെ മുർജിയാക്കൾ വന്നു, പിന്നെ ഖദരിയത്ത് വന്നു. ഇങ്ങനെ ഓരോ ടീമും വന്ന് ഇതൊക്കെ ഇവിടുന്ന് പോവാണ്. ഒക്കെ എന്നാ പോണത്, ഈ ഖവാരിജ് നല്ല ഷിയ ഉണ്ടാണത്. മനസ്സിലാണല്ലോ പോയിന്റ് പറഞ്ഞ മനസ്സിലാണല്ലേ? ഈ ഖവാരിജ് നല്ല എന്തുണ്ടാണത്, ഷിയ ഉണ്ടാണ്. ഈ ഖവാരിജ് നല്ല മുർജിയ ഉണ്ടാണ്. ഈ ഖവാരിജ് നല്ല ഖദരിയ ഉണ്ട്. എവിടുന്ന് ഒക്കെ ഉണ്ടാണ്, എല്ലാ വെച്ച കക്ഷി എവിടുന്നാണ്ടാണ്, ഈ സിറാത്ത് മുസ്തഖീം എന്നാണ്. മനസ്സിലായില്ലേ? ഒക്കെ ഒരു ടീം ഉണ്ടായി, അവരെ പുറത്തുപോയി, വേറെ ടീമുണ്ട്, പിന്നെ ഇവർ വേറെ ടീമായി, വേറെ തിരിഞ്ഞത് വേറെ. പക്ഷേ ഇത് അസിരി പോയത് എവിടുന്നാ, ഇവിടുന്നാണ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ പോയി ബാസിദിന് ദായറത്തിന് തീയാൻ ചുരുങ്ങി. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ തോനുണ്ടാവും. ഇപ്പം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ച കാലഘട്ടത്തിൽ മഅമൂനിൻ്റെ കാലഘട്ടം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മഅമൂനിൻ്റെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനെ അന്ന് അഹ്ലുസുന്ന ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞില്ലല്ലോ. അതെ, പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്ലുസുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ കരഞ്ഞ് നമ്മൾ. ഈ ഹുദ പിൻപറ്റണം എന്ന് പറഞ്ഞല്ലോ, ഹുബനത്തബ ഹുദായ എന്ന് പറഞ്ഞില്ലേ, ആ ഹുദ പിൻപറ്റാൻ നമ്മുടെ മുൻഗാമികൾ കാണിച്ചൊരു, പിന്നെ ഈ ഫേം ഓഫാക്കിയാണ്, പിന്നെ ഫേം വേണ്ട ഞങ്ങൾക്കാണ്.
ഹാറൂൺ റഷീദിൻ്റെ മോനാണ് മഅ്മൂൻ. ഹാറൂൺ റഷീദ് വരെയുള്ള ഭരണം എന്ന് പറഞ്ഞ് അവിടുത്തെ ഭരണാധികാരികൾ അഹ്ലുസുന്നയുടെ അഖീദ അനുസരിച്ചുള്ളവരായിരുന്നു. അതേസമയത്ത് ഭരണത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം മാനുഷികമായിട്ടുള്ള, പക്ഷേ അഖീദയിൽ എന്തില്ല, പ്രശ്നമില്ല. ഹാറൂൺ റഷീദിൻ്റെ ശേഷം ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹാറൂൺ റഷീദിൻ്റെ ശേഷം മഅ്മൂന്, എൻ്റെ മകൻ ഹാറൂൺ റഷീദിൻ്റെ മോനാണ് മഅ്മൂൻ. മഅ്മൂനിൻ്റെ കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കൾ വന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ബ്രെയിൻവാഷ് ചെയ്ത് അവസാനം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് മുഅ്തസിലിയാക്കളുടെ വാദം ഗവൺമെൻറ്റിനെ കൊണ്ട് പറയിപ്പിച്ച് ഭരണാധികാരികളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ മഅ്മൂൻ പ്രഖ്യാപിച്ചു, അള്ളാഹുവിൻ്റെ സൃഷ്ടി ഖുർആനല്ല, ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്ന് അംഗീകരിക്കാത്തവരൊക്കെ എന്ത് ചെയ്യണം, പിടിച്ചുകൊണ്ടിരണം, നിർബന്ധമായിട്ടെങ്കിൽ. അങ്ങനെ രാജാവിൻ്റെ ഓർഡറല്ലേ, രാജഭരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണം മോഡലല്ലോ, ഓർഡർ ഇട്ട തന്നെ, ഇല്ലെങ്കിൽ എന്തോയും തല പോവും. അങ്ങനെ അധിക പണ്ഡിതന്മാരും പിടിച്ചുപോയി. 4 ആളുകൾ മാത്രമേ പിടിച്ചു നിന്നു. അതിൽ 2 പണ്ഡിതന്മാർ പിന്നെന്ത് ചെയ്തു, മടങ്ങി. പക്ഷെ അവസാനം മുഹമ്മദ് ബിൻ നൂഹും അതേപോലെ തന്നെ ഇമാം അഹ്മദും 2 ആളുകൾ മാത്രം. ഒരു രാജ്യം, ഒരു നാട് മൊത്തം ബിദഅത്തിൻ്റെ കക്ഷികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മൊത്തം ബിദഅത്തിൻ്റെ ആൾക്കാർ. ഇമാം അഹ്മദും മുഹമ്മദ് നൂഹും മാത്രം. 2 ആളെയും പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ ഇട്ടു. അങ്ങനെ 2 ആളെയും പിടിച്ച് കൈ ആമയും വെച്ച് കൊണ്ടുപോകുകയാണ്. ഇമാം അഹ്മദിന് ആ വഴിയിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നൂഹ് മരിച്ചു. അപ്പം ഞാൻ ആളുള്ളത് ഇമാം അഹ്മദ്. ആ നാട്ടിൽ ഒരേ ഒരു അഹ്ലുസുന്ന, അതാണ് ഇമാം അഹ്ലുസുന്നാർ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മാത്രമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രാർത്ഥിച്ചു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നൊരവസ്ഥ എനിക്കുണ്ടാകരുത്. അന്ന് രാത്രി തന്നെ മഅ്മൂൻ മരണപ്പെട്ടു. ഇമാം അഹ്മദിൻ്റെ പ്രാർത്ഥന നോക്കണം. അന്ന് രാത്രി തന്നെ മഅ്മൂൻ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് 2 ഭരണാധികാരികൾ ഉണ്ടായി. 2ഉം മുഅ്തസിലിയാക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇത്രയും പിടിച്ചു. മാത്രമല്ല ഈ അടുത്ത ഭരണാധികാരികളുടെ കാലഘട്ടത്തിലും ഇതേ വിഷയം ഉണ്ടായി. പിന്നീട് മുഅ്തസിം ബില്ലാ എന്ന് പറയുന്ന 3ാമത്തെ ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സംവാദം നടന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബലും വേറെ ചില പണ്ഡിതന്മാരൊക്കെ സംവാദം നടന്നു വെച്ചാൽ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. മുഅ്തസിലി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അള്ളാഹിൻ്റെ റസൂലും അബൂബക്കറും ഉമറും പറയാത്തൊരു വാദമാണ് നിങ്ങൾ പറയണത്, അതാണ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിക്കണത്. അപ്പോൾ എനിക്കൊന്നും മറുപടിയില്ല. ഇനി അവർ പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനും അബൂബക്കറും ഉമറിനും ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞെന്താ, പറഞ്ഞില്ല എന്നല്ലേ? അപ്പോൾ അറിഞ്ഞിട്ടും പറഞ്ഞില്ല. അപ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ സൃഷ്ടിയാണെന്ന് റസൂലുള്ളാഹിക്ക് അറിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, റസൂൽ പറഞ്ഞില്ല. ഇത് ആർക്ക് കത്തി? മുഅ്തസിം ബില്ലക്ക് കത്തി. റസൂലുള്ളാഹിക്ക് ഹക്ക് അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അങ്ങനെയാണ് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് അതിന് ശേഷം വന്ന പണ്ഡിതന്മാർ അഹ്ലുസുന്നയാക്കി മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് വെച്ചാൽ അത്രയും പ്രയാസങ്ങൾ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ അഹ്ലുസുന്ന ഈ വഴിയിൽ എത്ര ആളുള്ളൂ? ഒരാളുള്ളൂ, ഒറ്റാളുള്ളൂ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചില ആൾക്കാർ വന്നു, നിങ്ങൾക്ക് അൽ ഖുർആനു കലാമുള്ള എന്ന് പറഞ്ഞാൽ നിർത്തിയാൽ പോരെ, അത് ഗൈർ മഖ്ലൂഖൊന്നും പറയണ്ട, സൃഷ്ടിയാണെന്ന് പറയണ്ട, സൃഷ്ടിയല്ലെന്ന് പറയണ്ട, അള്ളാഹിൻ്റെ കലാം എന്നുള്ള കാര്യത്തിൽ എന്തില്ല, തർക്കമില്ലല്ലോ. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ വരും. കണ്ടോ, അന്ന് അഹ്മദ് ബിൻ ഹംബൽ വരെ ഉണ്ടായിരുന്നു, ഇവിടെ മുമ്പിലൊന്നും പറഞ്ഞില്ല എന്ന് ആളുകൾ എന്ത് ചെയ്യും, പറയും. അതുകൊണ്ട് ഞാൻ പറയാനുള്ള എന്ത് ചെയ്യണം, ഹക്കായിട്ട് തന്നെ പറയണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ഫമൻ ഇത്തബഅ ഹുദായ, എൻ്റെ ഹുദയെ ഒരാൾ പിൻപറ്റിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഹുദ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ഫ്യൂസ് കിട്ടുമല്ലോ, ഫ്യൂസ്, ഈ ഫ്യൂസ് നമ്മൾ അങ്ങനത്തെ കമ്പി കൊണ്ടാണ് കിട്ടുക, ഭയങ്കര കയറിൻ്റെ വണ്ണമുള്ള കമ്പി കൊണ്ടാണ് കിട്ടുക. ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്നുള്ള കമ്പി വെച്ചാൽ 2-3 കമ്പികൾ. ശരിക്കും ആ ഫ്യൂസിൽ ഇവിടെയാണ് കറണ്ട് വരുന്നത്. അതുപോലെയാണ് അഖീദ. ചെറിയ സംഗതി ഉണ്ടാവുള്ളൂ,
ചിലപ്പോൾ 1-2 അക്ഷരത്തുമ്പിനേക്കാരം എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ട് മാറുക. അഖീദ അങ്ങോട്ട് ഇങ്ങോട്ട് മാറൽ എവിടെയാണ്? ഈ ഫീസിൻ്റെ മോഡലാണ്. ചെറിയ കമ്പി ഉണ്ടാവുള്ളൂ, അതാണ് പൊട്ടിയാൽ ഒക്കെ പൊട്ടി, അതാണ് വേഗം പൊട്ടും ചെയ്യും. അപ്പം അഖീദ അതുപോലെയാണ്, ചെറിയ സംഗതികൾ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഭൗതികം ഒരു ആമലാണല്ലോ. നമ്മളെ ഫീസ് ഏതാണ്? ഒരു ആ എന്നുള്ള അക്ഷരമാണ്. അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലഘട്ടത്തിൽ ഏതായിരുന്നു? ഖൈർ എന്നുള്ള അൽ ഖുർആൻ മഖ്ലൂഖ് ഖൈർ മഖ്ലൂഖ് ഉണ്ടോ? ഒരൊറ്റ അക്ഷരത്തുമ്പോൾ നിൽക്കണേ. ഇസ്ലാം നിൽക്കണ ഫീസ് നിൽക്കണ മോഡൽ ചെറിയൊരു അക്ഷരത്തുമ്പോൾ കാരണം സാധാരണ ജമാഅത്തരല്ല, നമ്മൾക്ക് ഹർഫികളാണ്, പിന്നെ എന്താ പറയുക, അക്ഷരപൂജകന്മാർ. ഇസ്ലാം നിൽക്കണ തന്നെ ഇപ്പോൾ മാ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നമ്മൾ സമസ്തക്കാർ നമ്മൾ വ്യത്യാസം എന്താ? മാത്രം. ഓർക്ക് മാത്രമില്ല. ഇസ്ലാം നിൽക്കണ തന്നെ എവിടെയാണ്? മാത്രത്തുമല്ലേ? മാത്രമില്ലെങ്കിൽ ഇസ്ലാം ഉണ്ടോ? നിന്നെ ഞങ്ങൾ ആരാധിക്കും എന്ന് പറഞ്ഞാൽ അബൂജഹലിന് തർക്കമുണ്ടോ? ഇല്ലല്ലോ. അജഅലൽ ആലിഹത്ത് ഇലാഹം വാഹിദ, അതാ തർക്കം. ഞങ്ങൾക്ക് കുറേ ഇലാഹുകളുണ്ട്, കൂട്ടത്തിൽ അള്ളയുണ്ട്, വേറെയും കുറേ ആൾക്കാരുണ്ട്, വേറൊന്നും വേണ്ട, അള്ള മാത്രം മതി പറയുമ്പോഴാണ് പ്രശ്നം. നമ്മളെ ആൾക്കാർക്ക് തന്നെയുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പം ഈ ഹുദ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി അല്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അതിന് അള്ളാൻ്റെ എന്ത് ചെയ്യണം? തൗഫീക്ക് തന്നെ കിട്ടണം. മനസ്സിലായില്ലേ? ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ, പിന്നീട് അവൻ എന്ത് ചെയ്യൂല? വലാലത്തിലേക്ക് പോകൂല. അതുപോലെ തന്നെ വലാ യശ്ഖാ, ഷഖിയാകൂല. യശ്ഖാ എന്ന് പറഞ്ഞാൽ അവൻ ദൗർഭാഗ്യവാനാകൂല, ഭാഗ്യം കെട്ടവനായി മാറുകയില്ല. അപ്പം അള്ളാഹുവിൻ്റെ ദീന് ഇത്തിബാ ചെയ്യാൻ ഹുദ പിൻപറ്റുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള മാർഗം. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? പഠിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഈ ഹുദ ചിലപ്പോൾ പിന്നെ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേത് 2 തരമുണ്ട്. അപ്പം ഹുദ എന്ന് പറഞ്ഞാൽ ഹിദായത്താണല്ലോ. അപ്പം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറയും, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. അതേ ഖുർആൻ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലാ തഹ്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നക ലാ തഹ്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലതഹ്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പം വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ആണ്. നല്ലതാണ്, സത്യം, വേണമെങ്കിൽ എന്ത് ചെയ്തോളി, സ്വീകരിച്ചോളി, അതാർക്കും പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഹിദായത്ത് കൊടുക്കാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അബൂ താലിബ് മുസ്ലിമായോ? ഇല്ല. അബൂ താലിബ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വന്നവരെ തടഞ്ഞു നിർത്തി സംരക്ഷിച്ച ആളാണ് ആര്? അബൂ താലിബ്. മുസ്ലിമായിട്ടില്ല. അതേ സമയത്ത് റസൂലുള്ളാഹിനെ കൊല്ലാൻ വാളെടുത്തു വന്ന ആളാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഫുസൂൽ ഫീ സീറത്ത് റസൂൽ എന്ന കിതാബിൽ പറയുന്നുണ്ട്, അബൂ താലിബ് എന്തുകൊണ്ട് മുസ്ലിമായില്ല? ഹിക്മത്തുണ്ട് അള്ളാഹ്ക്ക്. കാര്യങ്ങൾ ആലോചിക്കുക. അബൂ താലിബ് മുസ്ലിമായി എന്ന് കൂട്ടിക്കോളി, എന്തായിരിക്കും നബിൻ്റെ അവസ്ഥ? ചിന്തിച്ചു നോക്കിയാണ്. അബൂ താലിബ് എങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താവും? നബിക്കവിടെ സപ്പോർട്ടുണ്ടോ? ഇല്ലല്ലോ. അബൂ താലിബിന് എന്ത് ചെയ്യും? ഒരു അറ്റാക്ക് ചെയ്യൂലേ? അബൂ താലിബിനെ എന്തുകൊണ്ടാണ് മുശ്രിക്കുകൾ അറ്റാക്ക് ചെയ്യാതിരുന്നത്? ഓലാളായതുകൊണ്ടല്ലേ. അബൂ താലിബ് ഓലാളായതുകൊണ്ടല്ലേ. അബൂ താലിബ് എങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താ ഉണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കില ഉണ്ടാവില്ല. അപ്പം അള്ളാഹു അവൻ്റെ ദീനിൻ്റെ ചില ഹിക്മത്തുകൾക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് പിന്നെ ആവശ്യത്തിലുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് പിൻപറ്റുക എന്നുള്ളതാണ് അവിടെ മാർഗം. ഇനി അള്ളാഹ് പറയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമ. അപ്പം അള്ളാഹുവിൻ്റെ ദീന് പിൻപറ്റുന്നതിൽ നിന്ന് ഒരാൾ അഅറള എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയുക. അപ്പോൾ ഫമനിത്തബഅ ഹുദായ, എൻ്റെ ഹുദയെ ആരെങ്കിലും പിൻപറ്റി കഴിഞ്ഞാൽ ഫലാ യളില്ലു, ലല്ല യളില്ലു എന്ന് പറഞ്ഞാൽ അവൻ വഴി തെറ്റുകയില്ല എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനെ വഴി തെറ്റാതിരിക്കുള്ളൂ, അല്ലാത്തവനൊക്കെ വഴി തെറ്റും. വല ഇഷ്ഖ എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ദൗർഭാഗ്യത ഉണ്ടാവില്ല. അതാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് നേർക്ക് നേരെ സ്വീകരിച്ച ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അവൻ ഷഖിയാവില്ല. അവനെന്തായിരിക്കും? പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്ന ആളായിരിക്കും. ഈ ഹിദായത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാനൊരു സംഗതി ഓർമ്മ വന്നത്, അതായത് പിന്നെ
അംർ ബിൻ സാബിത്ത് ഇബ്നു വഖഷ് എന്ന് പറയുന്നൊരു സഹാബിണ്ട്. അംർ ബിൻ സാബിത്ത് ബിൻ വഖഷ്, അദ്ദേഹം ഉസൈരിം എന്നാണ് അറിയപ്പെടുക. ഇദ്ദേഹം ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. മദീനയുള്ള ഗോത്രമാണ്. പിന്നെ ആ സന്ദർഭത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ള എല്ലാ മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ ഉടമ്പടിയിൽ മദീനത്തിലേക്ക് എന്ത് ചെയ്തു, ആളുകളെ പറഞ്ഞയച്ചല്ലോ. പിന്നെ മുസ്അബ് ബിൻ ഉമൈറിനെയും ഒക്കെ ദഅവത്ത് നടത്താൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ പിന്നെ മുസ്അബ് ബിൻ ഉമൈറും അതുപോലെ തന്നെ അംർ ബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും ചെന്ന് ദഅവത്ത് നടത്തി. മദീനയിൽ ദഅവത്ത് നടത്തി. പിന്നെ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും മുസ്ലിമായി. എല്ലാവരും എന്തായി? മുസ്ലിമായി. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ. ഒരാൾ മാത്രം മുസ്ലിമായില്ല, അംർ ബിൻ സാബിത്ത് ഇബ്നു വഖഷ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം മാത്രം മുസ്ലിമല്ല. ഇദ്ദേഹം മുശ്രിക്കുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? പോയി. അങ്ങനെ ഇത് ഹിജ്റിൻ്റെ മുമ്പാട്ടോ സംഭവം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോന്നിട്ടില്ല. അങ്ങനെ ഇദ്ദേഹം പിന്നീട് ഉഹദ് യുദ്ധത്തിന് വരികയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് ഹിദായത്ത് കൊടുക്കണം നോക്കണം. ഇദ്ദേഹം ഉഹദ് യുദ്ധത്തിന് വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗോത്രങ്ങളൊക്കെ അപ്പുറത്താണ്, അദ്ദേഹം മാത്രമാണ് അപ്പുറത്തുള്ളത്. അങ്ങനെ ഇദ്ദേഹം ഉഹദ് യുദ്ധത്തിന് വന്നു. ഹിജ്റ മൂന്നാമത്തെ വർഷം ബദറും, മൂന്നാമത്തെ വർഷമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അങ്ങനെ ഉഹദ് യുദ്ധത്തിന് വന്ന സന്ദർഭത്തിൽ, ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിമായി. നമ്മൾ ആലോചിച്ച് നോക്കണം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് അനുവാദം വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അദ്ദേഹം ഷഹീദായി. അദ്ദേഹം എന്ത് ചെയ്തു? ഷഹീദ്. പണ്ഡിതന്മാർ അദ്ദേഹം പറയണം, അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും അയാൾ ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. ചെയ്തണോ? സമയം കിട്ടിയില്ലല്ലോ. പക്ഷേ അയാൾക്കുള്ള കൂലിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആമില ഖലീലൻ വ ഉജ്റ കസീറ. കുറച്ചാൾ പ്രവർത്തിച്ചിട്ടുള്ളൂ, 1-2 മണിക്കൂർ പോലും എന്തായിട്ടുണ്ടാവില്ല? മുസ്ലിമായിട്ടുണ്ടാവില്ല. ആലോചിച്ചു, ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ എന്ന് മുസ്ലിമായിട്ടുണ്ട്, വർഷങ്ങൾക്കും മുസ്ലിമായിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ്. അപ്പോഴാണ്. മനസ്സിലായില്ലേ? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, യുദ്ധമുഖത്ത് ഒരു സുജൂദ് പോലും ചെയ്യാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കാണ് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം സഹാബിയായി. ഒന്നേക്ക് സഹാബിയുടെ ദർജ കിട്ടി, ഉഹദീങ്ങളുടെ ദർജ കിട്ടി. അള്ളാഹുവിൻ്റെ രക്തസാക്ഷികളിൽ എന്ത് ചെയ്തു? തിരുമുജ ദർജ. എന്താണല്ലോ ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടാനുള്ള? സഹാബിയാകാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ദർജല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള ഒരു മനസ്സ്, അതായത് ഒരു നിഷ്കളങ്കത ഉണ്ടായാൽ മതി. ഒരു കാപട്യമില്ലാത്ത മനസ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഹിദായത്ത് കൊടുക്കുന്നുള്ളതിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് സംഭവം ഓർമ്മന്നത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതാണ് ശരിക്കും അള്ളാഹുവിൻ്റെ ഹിദായത്ത് പിൻപറ്റുക പറഞ്ഞാൽ അതിന് അള്ളാഹിൻ്റെ തൗഫീക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അള്ളാഹിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ആ തൗഫീക്കിന് വേണ്ടി എങ്ങനെ തൗഫീക്ക് ഉണ്ടാച്ചാൽ, ഒന്ന് നമ്മുടെ മനസ്സ് ശുദ്ധമാണ്, രണ്ടാമത് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം എന്ത് ചെയ്യണം? ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നുള്ള പറഞ്ഞല്ലേ. അള്ളാഹിനോട് നമ്മൾ ഹിദായത്ത് ചോദിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യും? ഹിദായത്ത് തരും. അത് ഉറപ്പാണ്. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി വഹ്ദിനി ലിമ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എണീച്ചാൽ പ്രാർത്ഥിക്കണം മാത്രമുണ്ടല്ലോ. അത് ആത്മാർത്ഥമായി ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും, യാതൊരു സംശയമില്ല. എത്ര അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒരാൾ ഇത് കണ്ടപ്പം അയാളുടെ കുടുംബത്തിലെല്ലാവരും ജ്യേഷ്ഠന്മാരും അനിയന്മാരും അളിയന്മാരും ഒക്കെ പുറത്താണ്, ഇയാൾ പുറത്ത്. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ പുറത്തായി? ഞാനെന്നും ഈ പ്രാർത്ഥിക്കലുണ്ട്, ആത്മാർത്ഥമായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പ്രാർത്ഥന. അന്ന് എനിക്ക് ഇതായിരുന്നു സിമ്പിളാണ് ഉത്തരം. അപ്പം ചില ആളുകൾ ചോദിക്കും, ഓല് പറഞ്ഞു ഓലതാണ് ശരി, നിങ്ങൾ പറഞ്ഞു നിങ്ങളതാണ് ശരി, നമ്മളേതാ ശരി എടുക്കുക?
സിമ്പിളാണ്. അള്ളാനോട് ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ജനങ്ങളുടെ ഖിലാഫിനിടയിൽ പടച്ചോനെ എനിക്ക് നിന്റെ സിറാത്ത് മുസ്തഖീമിലേക്ക് എനിക്ക് വഴി കാണിച്ചുകൊണ്ടെന്ന് അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹ് തരുന്നു. ദുഊനി അസ്തജിബ് ലക്കും എന്നുള്ള പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഹിദായത്ത് വലിയൊരു അമാനത്താണ്. ആ ഹിദായത്ത് നിലനിർത്തുക എന്നുള്ളത് അതിനേക്കാൾ ശ്രമകരമായ കാര്യം. കാരണം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറത്തെന്തുണ്ട്? നമ്മളാണ് ആര് ചൂണ്ടിടുന്നത്? ശൈത്താൻ ചൂണ്ടിടണം. അവിടെ ഈ കുളത്തിലാണ് അവന് ചൂണ്ടൽ. ഹൗദിൽ ചൂണ്ടലിടറില്ലേ? ഹൗദിൽ ചൂണ്ടലിടാറില്ല. ഞങ്ങൾ കുളത്തിന് നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടാൽ ഹൗദിലിടും. നമ്മൾ കുളത്തിന് ചൂണ്ടലിടും, മറ്റോനോ ഹൗദിൽ. ഇബ്ലീസ് ഹൗദിലെ ചൂണ്ടലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് മാറട്ടെ. ഹിദായത്ത് നിരത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആരോടെ പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. യാ അയ്യുഹന്നാസ് അല്ല. യാ അയ്യുഹല്ലദീന ആമനൂ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. മരണത്തിൻ്റെ സമയത്ത് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അള്ളാഹു തൗഫീഖ് മാറട്ടെ. അതാണ് വമൻ അഅറള അൻ ദിക്രി. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശ. അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. രണ്ട്, അള്ളാഹുവിൻ്റെ ദീന് ദിക്റാണ്. മനസ്സിലായില്ലേ? ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെയാണ് ദിക്ർ എന്ന് പറഞ്ഞത്. ആ ദിക്റിൽ നിന്ന് ഒരാൾ പിന്തിരിയുക. ഖുർആൻ പഠിക്കണില്ല, ഖുർആൻ ഹിഫ്ളാക്കൂല, ഖുർആൻ കേൾക്കൂല, ഖുർആൻ ക്ലാസ്സിൽ വരില്ല. ഇതൊക്കെ ഇപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്ത് ഫുർഖാനിൻ്റെ അവസാന ഭാഗത്തുണ്ടല്ലോ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നബി പറയുന്നുണ്ടല്ലോ, പടച്ചോനെ എൻ്റെ ഖൗമി ഖുർആനെ ഹജർ ചെയ്തു, അവഗണിച്ചു. അവിടെ അവഗണിക്കുന്ന ഇബ്നുൽ ഖയ്യിം 5 കാര്യം പറയുന്നുണ്ട്. 5 രൂപത്തിൽ ഖുർആൻ ഹജർ ചെയ്യും. അതിലൊന്നെന്താ അറിയോ? ഖുർആൻ പഠിക്കൂല, പഠിക്കാൻ മനസ്സില്ല, അങ്ങനത്തെ പോലത്തെ ഖുർആൻ ക്ലാസ്സിന് വരൂല. അത് ഖുർആൻ എന്ത് ചെയ്യാണ്? അവഗണിക്കുക. ആ ഖുർആൻ ക്ലാസ് നമ്മുടെ ഗാനമേള, ഗാനമേള സാർ, സെവൻസ് ഫുട്ബോൾ ഉണ്ട്, അതിനെന്തായാലും പോണ്ടേ? അപ്പോൾ ഞാൻ എന്നെ പഠിച്ചോ ചോദിക്കൂലേ? ഇപ്പം അള്ളാഹുവിൻ്റെ ദീനിനും ഖുർആനും അവഗണിക്കുക. അതാണ് വമൻ അഅറള അൻ ദിക്രി എന്ന് പറഞ്ഞാൽ. ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഒന്നാമത് എന്താണ്? ഖുർആനാണ്. രണ്ടാമത് അള്ളാഹിൻ്റെ ദീനാണ്. ദീൻ അള്ളാഹിൻ്റെ ദിക്റാണ്. അതുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്നാണ്. ആ ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആന് സുന്നത്തുണ്ട്. ഈ ദീനിന് എന്ത് ചെയ്യുക? അറള എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രദർശിപ്പിക്കുക. അത് ദീൻ അവിടെ എങ്ങനെ ഉണ്ട്, നമ്മളിവിടെ എങ്ങനെ ഉണ്ട്. ദീൻ ഓനതൊരു പ്രദർശന വസ്തു, നമ്മളുള്ളതല്ല. ശരിക്കും മഅറള് എന്ന് പറഞ്ഞാൽ എന്താ? മഅറള് എന്ന് പറഞ്ഞാൽ ഷോറൂം, എക്സിബിഷൻ. മനസ്സിലായില്ലേ? എക്സിബിഷനിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉപകാരം ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ കാഴ്ച വസ്തു വയ്ക്കാറ്. അപ്പോൾ ഓന് ദീൻ എന്താണ്? ഒരു കാഴ്ച വസ്തുവായിട്ട് ഇങ്ങനെ വെച്ച് വെക്കണം. ഓൻ പുറത്തു കൂടിയും പോകുന്നുണ്ട്, ദീൻ അപ്പുറത്തു കൂടിയും പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും പിന്തിരിയ എന്ന് പറഞ്ഞത്. ഒമൻ അഅറള അൻ ദിക്രി. അങ്ങനെ പിന്തിരിഞ്ഞ് കളഞ്ഞു. അപ്പോൾ ദീനിൽ നിന്ന് പിന്തിരിയുക, ഇതുപോലത്തെ ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്, ഖുർആൻ പഠിക്കുക, തീരെ ഖുർആൻ ഓതാതിരിക്കുക. ഇപ്പോൾ പിന്നെ ശരിക്കും ഖുർആനുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്ത മാസം ഏതാ? റമദാനാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ ജിബ്രീൽ വന്നതും ഏത് മാസത്തിലാണ്? റമദാനിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി പഠിപ്പിച്ചപ്പോഴാണ്? റമദാനിലാണ്. ആ ഖുർആനിൻ്റെ ഇമ്പാക്റ്റാണ് റസൂലുള്ളാഹിൽ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ഖുർആനുമായിട്ട് എപ്പോഴും റസൂൽ ഖുർആനുമായിട്ട് തന്നെ അടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം വരികയും ഖുർആൻ റസൂലുള്ളാഹിക്ക് ഓതി കൊടുക്കുകയും ചെയ്യുമ്പം മനുഷ്യനെന്തുണ്ടാവും? അതിൻ്റെ ജൂദ് എന്ന് പറഞ്ഞാൽ ഒരു ഇഹ്സാനും ആ ഖുർആൻ്റെ ഒരു നന്മയും ഉണ്ടാകും. അങ്ങനെയാണ് പ്രവാചകൻ എന്ത് ചെയ്യണത്? കൂടുതൽ ധർമ്മിഷ്ഠനാവുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഖുർആനുമായിട്ടൊരു മനുഷ്യനെ അടുക്കും തോറും അവൻ്റെ സ്വഭാവത്തിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് നബി അവിടെ മാറ്റിയെടുത്തും യുഅല്ലിമുൽ കിതാബുൽ ഹിക്മ, ഖുർആൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഒന്ന് ഖുർആനാണ്, ദീനാണ്, അതുപോലെ തന്നെ ഇതുപോലത്തെ അതുകൊണ്ടാണ് പിന്നെ ദീനിയ ഉപദേശം. യാ അയ്യുഹൽ സൂറത്ത് ജുമുഅയിലുണ്ടല്ലോ, വഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ
ദിക്രില്ല, അവിടെ ദിക്റാണ്. ഇപ്പം ജുമാ ഖുത്ബ ദിക്റാണ്. നമുക്കെന്താണ് ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ജുമാ ഖുത്ബ ആർക്കുള്ളതാ? നമ്മൾ മുമ്പിലുള്ളവർക്കല്ലേ. എന്നാൽ റസൂൽ പറയാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ജുമാൻ്റെ മുമ്പ് എന്ത് ചെയ്യും? അവിടെ വരും, ഹാജരാവും. എന്നിട്ട് വരുന്നവരൊക്കെ പേര് ചെയ്തിരിക്കും. ഇമാമ് മിമ്പറിൽ കയറിയാൽ നമുക്ക് പോടാ അല്ല, യസ്തമിഊനൽ ഖുത്ബ, ഖുത്ബ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മളെ ഖുത്ബ കേട്ടിട്ടാണോ മലക്കൾക്ക് ദീൻ പഠിക്കാൻ? ആണോ? മലക്കൾക്കറിയാത്ത ദീന് നമ്മളെ ഖത്തീബന്മാർക്കറിയോ? പറയോ? ഇപ്പോൾ അവിടെ ചേലാപ്പുറ പള്ളിയിൽ ഖുത്ബന്ന് പോയി വെക്കുക, അവിടെ കുറച്ച് ദീന് പഠിക്കാണ്ട് എന്നല്ലല്ലോ. അവർ ദീന് കേൾക്കാൻ താല്പര്യം കാണിക്കണവരാണ് ആര്? മലക്കൾ. ആ സ്വഭാവം നമുക്കുണ്ടോ? നമുക്ക് മലക്കൾക്ക് വേണ്ടിയിട്ടല്ലോ ഖുത്ബ പറഞ്ഞ, ഖുത്ബ ആർക്കാ? ഞമ്മക്കാ. പക്ഷെ നമ്മളല്ല ഉറക്ക. ഞമ്മക്ക് വേണ്ടി പറയുന്ന ഖുത്ബ ആരെ ശ്രദ്ധിക്കുന്നുണ്ട്? മലക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഷെയ്ഖ് ബാസ് റഹ്മത്തുള്ളാഹി പറയുന്നത് ഇസ്തിമാഉൽ ഖുത്ബ വാജിബുൻ, ഇതിൽപ്പെടും. കാരണം ഫസ്ഔ ഇലാ ഖുത്ബ എന്നല്ല, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നാണ് പറഞ്ഞു. അള്ളാഹിൻ്റെ ദിക്റാണ്. ഇപ്പോൾ ഖുത്ബയിൽ അള്ളാഹിൻ്റെ ദിക്ർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ വൈദാ ഖുദിയ ദിക്റു എന്നല്ല, ഫൈദാ ഖുദിയത്തി സ്വലാത്ത് ഉണ്ടോ? അവിടെ സ്കാര പറഞ്ഞു. ഫൈദാ ഖുദിയ ദിക്റു എന്നല്ല, ദിക്ർ കഴിഞ്ഞ് ഞങ്ങൾ വെക്കണമെന്നല്ല, ഫൈദാ ഖുദിയത്തി സ്വല, അവിടെ സ്കാര പറഞ്ഞു. ഇവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താണ്? ഖുത്ബയാണ്. അപ്പം അതും ദിക്ർ തന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കപ്പെടുന്ന അതുകൊണ്ട് ഫസ്തമിഊ, ഇസ്തിമാ വേണ്ട. ഇതാ ഖുർആൻ ഫസ്തമി, ഇസ്തിമാഉം സമഉം വ്യത്യാസമുണ്ട്. സമയം എന്ന് പറയുമ്പോൾ നമ്മളോട് ക്ലാസ് എടുക്കുമ്പോൾ അതിൽ വണ്ടി കൊണ്ട് ഇതിൽ ഒക്കെ നമുക്ക് സൗണ്ട് കൂടെ ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കണ്ട, നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മൾ കോൺസെൻട്രേറ്റ് ശ്രദ്ധിക്കണം. ഇസ്തിമാ എന്ന് പറയുക. അതുകൊണ്ടാണ് ഇതാ ഖുർആനു ഫസ്തമിഊ ലഹു, നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഇമാമ് സൂറത്ത് ഓതുമ്പോൾ മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യണം? സൈലൻറ്റ് ഉണ്ടാക്കണം. നമുക്കറിഞ്ഞ സൂറത്തേക്കാണ് ഓതാൻ പാടില്ല. ഫാത്തിഹ സൂറത്ത് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓതാൻ പാടുള്ളൂ. കാരണം ഖുർആൻ ഓതുമ്പോൾ കേൾപ്പിക്കപ്പെട്ട എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ പരിപാടി ഇപ്പോൾ നോമ്പ് പറ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില ആൾക്കാരുണ്ട് സുദേശം അങ്ങനെ ഓതുണ്ടാവും ഖുർആൻ, ആരും ശ്രദ്ധിക്കണ്ടാവില്ല. തെറ്റാണ്. ഒന്നുമില്ലെങ്കിലും വേണ്ടല്ലോ, അവിടെ വെറുതെ നോട്ടെ, ഓത്തിടണ്ട. ഓത്തിട്ടുണ്ടോ? ഇതാ ഖുർആൻ ഫസ്തമിഊ ലഹു, ഇല്ലെങ്കിൽ വെറുതെ കുറ്റം വാങ്ങണം. എന്തിനാ? അവിടെ ഒന്നും വേണ്ട. അതന്നെ ഞാൻ പറഞ്ഞത്, വയതിൻ്റെ മുമ്പ് വയതിട്ടോളിന്ന്. വയത് കേൾക്കലെന്തില്ല. ഇനിയിപ്പോൾ ഒരാൾ പിന്നെ അത് നിർബന്ധമില്ല. പക്ഷെ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എന്തുണ്ടാവും? ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അറിയാത്തതുകൊണ്ടായിരിക്കാം. അത് ഫർദ് കിഫായല്ല, അത് ഫർദ് ഐനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതാ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു, നിങ്ങൾ ഉണ്ടാക്കണം. ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഖുർആൻ ഒന്നും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോൾ വരെ, നിസ്കരിക്കുന്നതിനടുത്ത് വരെ ഖുർആൻ പിന്നെ എന്താ പറയുക, ഉറക്കം ഓതാൻ പാടില്ല. നിസ്കാരത്തിന് വിശ്വാസം ഉണ്ടാവും. അതേപോലെ തന്നെ ഉറക്കം ഓതണോൻ്റെ ഖുർആൻ അടുത്ത് ഓതുന്ന എന്ത് ചെയ്യാൻ നിസ്കരിക്കാനും പാടില്ല. അവനോട് ഉറക്കം ഓതിക്കൊണ്ടിരിക്കും, അവൻ്റെ അടുത്ത് തന്നെ പോയി നിസ്കരിക്കേണ്ടല്ലോ. നമ്മുടെ ജോനോട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശം. എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുന്ന എല്ലാം ദിക്റാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ദിക്റുകൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്കാർ സുബ്ഹ, അദ്കാർ മസാ, ഇതൊക്കെ ദിക്റാണല്ലോ. ഒന്നുമില്ല. അതും ശരിക്കും തന്നെയാണ് ഈ ആയത്തിൻ്റെ ഉമൂമിൽ എന്ത് ചെയ്യും? വരും. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ധാരാളമായി നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രത്യേകിച്ചും അള്ളാഹിനെ എന്ത് ചെയ്യണം? അദ്കാർ സുബ്ഹ മസാ. ഏറ്റവും ചുരുങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീറും. അതുപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാറെങ്കിലും എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് മിനിമെങ്കിലും നമ്മൾ പറയാതെ പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബാക്കി അടുത്താഴ്ച വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം മരിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന സഹോദരി മരണപ്പെട്ട് ഞങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ.
മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം മൂലം കഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള ഒരുപാട് സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.